ഓക്കെ, നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് യൂണിറ്റ് 14, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ആദ്യം നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്താണ്, ഫേം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഈ രണ്ടും ഡിസോൾവ് ചെയ്യുക, അതായത് നിർത്തിവെക്കുക, അവരെ കമ്പനിയൊക്കെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ക്ലോസ് ചെയ്യുക, അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യണത്. ഫസ്റ്റ് വൺ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്തുകൊണ്ടാണ് നമ്മൾ ഡിസോൾവ് ആവുക? It simply means a change in the relation of the partners. Such a change is usually caused when a firm is reconstituted. അതായത് പാർട്ട്നേഴ്സിൻ്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോഴാണ് റീകോൺസ്റ്റിറ്റ്യൂഷന് അവിടെ ഫോം ചെയ്യണത്. വേറൊരു കമ്പനി ആയിട്ട് അവിടെ എന്ത് ചെയ്യാണ്, ഫോം ചെയ്യണത്. When a new partner is admitted or an existing partner retires, dies, become insolvent or is expelled. എങ്ങനെയാണ് ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുക? ഒന്നില്ലെങ്കിൽ പുതിയൊരു, ഇപ്പോൾ ABC എന്നുള്ള കമ്പനിയിൽ D എന്ന ഒരാൾ എന്ത് ചെയ്യുക, അഡ്മിറ്റ് ചെയ്യുക, പുതിയ പാർട്ട്ണറായിട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യും, പുതിയൊരു കമ്പനി ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ നിലവിലുള്ള കമ്പനിയിൽ ആരെങ്കിലും ഒരാൾ മരിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ വെച്ചിട്ട് നമ്മൾ വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതേപോലെ ആരെങ്കിലും ഇൻസോൾവെൻ്റ് ആവുക, പാപ്പരാണെന്ന് കോടതി പ്രഖ്യാപിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ കേസിലാണെങ്കിൽ അപ്പോഴും നമുക്ക് ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെ വെച്ചിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ എക്സ്പെൽഡ്, ഏതെങ്കിലും പാർട്ട്ണറിനെ അയാൾ എന്തെങ്കിലും പ്രവൃത്തി മൂലം അയാളെ കമ്പനിയിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, കമ്പനി മുന്നോട്ട് കൊണ്ടുപോകും. അടുത്താണ് ദ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് മേ ഓർ മേ നോട്ട് ഇൻവോൾവ് ദ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഡിസൊല്യൂഷൻ അതായത് പാർട്ട്ണർഷിപ്പ് പിരിച്ചുവിടൽ കൊണ്ട് ഫേമിനെ ഡിസോൾവ് ആവില്ല. ചിലപ്പോഴേ ഫേം എന്താവുള്ളൂ, ഡിസോൾവ് ആവുള്ളൂ. അധികം പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നതുകൊണ്ട് ഫേം എന്താവില്ല, ഡിസോൾവ് ആവില്ല. A firm, after a change in relation of the partners, may decide to continue as a reconstituted firm. അതായത് ഇവിടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അവിടെയുള്ള പാർട്ട്നേഴ്സിന് തീരുമാനിക്കാം റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് നമ്മൾ ഫേം മുന്നോട്ട് കൊണ്ടുപോകണോ, അതോ ഫേം എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം, അവിടെ പാർട്ട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ ഫേം ക്ലോസ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം, തീരുമാനിക്കാം. അടുത്താണ് ബട്ട് when a firm is dissolved, it necessarily involves the dissolution of partnership. നമ്മൾ പറഞ്ഞു പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആയാൽ ഫേം ഡിസോൾവ് ആവണമെന്നില്ല, കാരണം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ് മാറ്റം വരുന്നത്. എന്നാൽ ഫേം ഡിസോൾവ് ആയാൽ അവിടെ തീർച്ചയായിട്ടും എന്താകും, പാർട്ട്ണർഷിപ്പും ഡിസോൾവ് ആവും. ഇനി ഒരു എക്സാമ്പിളാണ് പറയണത്. ABC and D ആർ പാർട്ട്നേഴ്സ്. A ഈസ് ഡിക്ലെയർഡ് ഇൻസോൾവെന്റ് ബൈ എ കോർട്ട്. അതായത് ABC and D എന്ന് പറയുന്നത് ആരാണ്, പാർട്ട്നേഴ്സ് ആണ്. അതിലെന്ത് ചെയ്തു, A ഇൻസോൾവെന്റ് ആണെന്ന് കോർട്ട് പ്രഖ്യാപിച്ചു. ദ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ABC and D കംസ് ടു ആൻ എൻഡ് ആൻഡ് എ ന്യൂ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ BC and D കംസ് ഇൻ ടു എക്സിസ്റ്റൻസ്. എയും ബിയും സിയും ഡിയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് അവിടെ എന്താണ്, ക്ലോസ് ആവുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള മെമ്പേഴ്സായ BC and D വെച്ചിട്ട് ആ കമ്പനി എന്ത് ചെയ്യാണ്, മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പുതിയൊരു പാർട്ട്ണർഷിപ്പ് അവിടെ എന്താണ്, ഫോം ചെയ്യാണ്. This new partnership between B, C and D shall be known as reconstituted firm. പുതിയ പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ള ബിയും സിയും ഡിയും ചേർന്നിട്ടുള്ള പുതിയ പാർട്ട്ണർഷിപ്പിനെ പിന്നീട് പറയുന്നത് എന്താണ്, റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം ആണ്. അതായത് മുമ്പുള്ള ഫേമിനെ ഡിസോൾവ് ചെയ്തിട്ട് വേറൊരു ഫേമാക്കി മാറ്റിയാണ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം എന്നാണ് അതിനെ എന്ത് ചെയ്യുക, പറയാം. അടുത്താണ് ഓൺ ഡിക്ലറേഷൻ ഓഫ് എ ആസ് ഇൻസോൾവെന്റ് the partnership stands dissolved but the firm continues with the remaining partners B, C and D. ഈ ഒരു കേസിൽ ഇവിടെ എന്താ നടക്കുന്നത്, എന് ഇൻസോൾവെന്റ് ആണെന്ന് പറഞ്ഞതോടുകൂടി ഒരു തമ്മിലുള്ള പാർട്ട്ണർഷിപ്പാണ് എന്ത് ചെയ്യണത്, അവിടെ ക്ലോസ് ചെയ്യണത്, അല്ലാതെ ഫേം അല്ല. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെ വെച്ചിട്ട് B, C and D എന്നുള്ള പാർട്ട്നേഴ്സിനെ വെച്ചിട്ട് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം വേറൊന്നും ഉണ്ടാക്കുകയാണ്. അവിടെ എന്താണ്, പാർട്ട്ണർഷിപ്പാണ് എന്ത് ചെയ്യണത്, ഡിസോൾവ് ആയിക്കണത്, അല്ലാതെ എന്തല്ല, ഫേം അല്ല. ഒരു പുതിയൊരു റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം എന്ത് ചെയ്യുക, വേറൊരു എഗ്രിമെന്റ് വെച്ചിട്ട് തുടങ്ങുക ചെയ്യുക. അടുത്ത പറയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഇറ്റ് മീൻസ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദി പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന അർത്ഥം. അതായത് പാർട്ട്ണർഷിപ്പിൽ ഡിസോൾവ് ആയ ഫേം ഡിസോൾവ് ആയ എന്താകും, പാർട്ട്ണർഷിപ്പും ഡിസോൾവ് ആവും. അടുത്ത ഇറ്റ് ഒക്യൂസ് വെൻ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദി പാർട്ട്നേഴ്സ്. അതായത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആണ്. എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ എന്താണ്, ബ്രേക്ക് ആവുകയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഫേം ക്ലോസ് ചെയ്യണത്. In such a situation, the business of the firm is completely stopped. Its assets are realized,
liabilities are paid off and the surplus distributed among the partners according to their share in the property of the firm. Thus, the partnership is completely discontinued. ഈ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഫേമിൻ്റെ ബിസിനസ് ഒക്കെ നിർത്തി വെക്കുക, അസറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, റിയലൈസ് ചെയ്യുക, ലയബിലിറ്റീസ് ഒക്കെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു തീർക്കുക. എന്നിട്ട് ബാക്കിയുള്ള സർപ്ലസ് എമൗണ്ട് അവരവരുടെ ഷെയർ, പ്രോഫിറ്റിൻ്റെ ഷെയറിനനുസരിച്ച് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, ബാക്കിയുള്ള പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവരെ പ്രോപ്പർട്ടി ഓഫ് ദ ഫേം, അവർക്കുള്ള പ്രോപ്പർട്ടീൻ്റെ ഷെയറിനനുസരിച്ചാണ് അവരെന്ത് ചെയ്യുക, അവരുടെ സർപ്ലസ്, ബാക്കിയുള്ള അസറ്റ്സ് റിയലൈസ് ചെയ്തിട്ടും ലയബിലിറ്റീസ് പെയ്ഡ് ഓഫ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള സർപ്ലസ് എമൗണ്ട് എന്ത് ചെയ്യും, അവരുടെ പ്രോപ്പർട്ടി ഓഫ് ഷെയറിനനുസരിച്ച് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പ് എന്താണ്, കംപ്ലീറ്റ്ലി ഡിസ്കണ്ടിന്യൂ ആണ്. പിന്നെ അവിടെ ഒരു പാർട്ട്ണർഷിപ്പേ ഇല്ല, ഒരു ഫേമും ഇല്ല, ഒരു പാർട്ട്ണർഷിപ്പും ഇല്ല, ഫുൾ എന്താണ്, ക്ലോസ്ഡ് ആണ്. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷൻ പറയുകയാണ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഏതൊക്കെ രീതിയിലാണ് ഒരു ഫേം ഡിസോൾവ് ആവുക എന്നുള്ളതാണ്. വിത്തൗട്ട് ദ ഓർഡർ ഓഫ് കോർട്ട്, ബൈ ദ ഓർഡർ ഓഫ് കോർട്ട്. അതായത് കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ, കോർട്ടിൻ്റെ ഇടപെടലില്ലാതെ തന്നെ എങ്ങനെ ഒരു ഫേം ഡിസോൾവ് ആകും, അതേപോലെ കോർട്ടിൻ്റെ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് എങ്ങനെ ഒരു ഫേം ഡിസോൾവ് ആവുന്ന പറയണത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നെക്സ്റ്റ് പറയാം. ഫസ്റ്റ് അതിൻ്റെ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിത്തൗട്ട് ദ ഓർഡർ ഓഫ് കോർട്ട് ആണെങ്കിൽ ഒന്നാമത് എങ്ങനെയാണ്, ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്, എല്ലാവരും തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ നമുക്ക് എന്താവും, ഡിസോൾവ് ആകാൻ കഴിയും. പിന്നെ കമ്പൽസറി ഡിസൊല്യൂഷന് ഓൺ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിൻജൻസീസ്, എന്താ കാരണത്താൽ എന്ത് ചെയ്യും, നമ്മൾ സ്വയം എന്ത് ചെയ്യും, കമ്പനി ഡിസോൾവ് ആവും. പിന്നെ ബൈ നോട്ടീസിലൂടെ കമ്പനി എന്ത് ചെയ്യും, ഡിസോൾവ് ആവും. ഇനി ബൈ ദ ഓർഡർ ഓഫ് കോർട്ട്, കോർട്ടിൻ്റെ ഓർഡറിൽ എങ്ങനെയാണ് ഒരു ഫേം ഡിസോൾവ് ആവാൻ നോക്കാം. ഒന്ന് ഇൻസാനിറ്റി, പിന്നെ പെർമനൻറ്റ് ഇൻകപ്പാസിറ്റി, മിസ്കണ്ടക്റ്റ്, പെർസിസ്റ്റൻറ്റ് ബ്രീച്ച് ഓഫ് എഗ്രിമെൻറ്റ്, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, പെർപെക്ച്വൽ ലോസസ്, എനി അതർ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്. ഇതൊക്കെ കോർട്ടിൻ്റെ ഇടപെടലിലൂടെ എന്ത് ചെയ്യണതാണ്, ഫേം ഡിസോൾവ് ആവണതാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ആൻഡ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേമാണ് പറഞ്ഞത്. ഇനി അടുത്ത നമ്മൾ പറയണത് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് ആണ്. മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഓരോ കേസും എങ്ങനെയാണെന്ന് നോക്കാം. മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഡിസൊല്യൂഷൻ വിത്തൗട്ട് ദ ഓർഡർ ഓഫ് കോർട്ട്, കോർട്ടിൻ്റെ ഓർഡർ ഇല്ലാതെ തന്നെ പാർട്ട്നേഴ്സ് തമ്മിൽ തീരുമാനം എടുത്ത് ഡിസോൾവ് ചെയ്യണതാണ് എന്ത്, ഡിസൊല്യൂഷൻ വിത്തൗട്ട് ദ ഓർഡർ ഓഫ് കോർട്ട്. കോർട്ടിൻ്റെ ഇടപെടൽ അവിടെ ഇടപെടലുണ്ടാവില്ല. ഫസ്റ്റ് വൺ എന്താണ്, ഡിസൊല്യൂഷൻ ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. ഫേം കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്, ഇറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. ഒരു ഫേം തുടങ്ങുന്നത് എങ്ങനെയാണ്, പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ഉള്ള ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റ് വഴിയാണ് ഫേം തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഒരെല്ലാവരും സമ്മതത്തോടെ തന്നെ എന്താണ് ഫേം ക്ലോസ് ചെയ്യണതാണ് എന്ത്, മ്യൂച്വൽ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഓൺ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിൻജൻസീസ്, താഴെ പറഞ്ഞ ചില കണ്ടീഷൻസിലൂടെ സംഭവിച്ചാൽ എന്ത് ചെയ്യും, ഫേം ക്ലോസ് ആവും. എന്തൊക്കെ കണ്ടീഷൻസ്, വെർ ദ ഫേം ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഫിക്സ്ഡ് ടേം, ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഓൺ ദ എക്സ്പയറി ഓഫ് ദി ഫിക്സ്ഡ് ടേം. ഫേം തുടങ്ങിയത് ഒരു കുറച്ച് സമയത്തേക്ക് ഒരു ഫിക്സ്ഡ് ടേമിന് വേണ്ടിയിട്ടാണ്. ആ ടേം എക്സ്പയർഡ് ആയാൽ എന്ത് ചെയ്യും, ആ ഫേം ക്ലോസ് ചെയ്യും. രണ്ടാമത് വെൻ ദ അഡ്വഞ്ചേഴ്സ് ഓർ അണ്ടർടേക്കിങ്സ് ആർ കംപ്ലീറ്റഡ്. ഇപ്പോൾ ഒരു ഫേം തുടങ്ങിയത് ചില ആക്ടിവിറ്റീസ് ചെയ്യാനാണ്, ചില അണ്ടർടേക്കിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കമ്പനി ഡിസോൾവ് ആവും. അടുത്തത് ഓൺ ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഏതെങ്കിലും പാർട്ട്ണർ മരിക്കുന്നതിൽ, ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആയാൽ ഈ കേസിലൊക്കെ എന്ത് ചെയ്യും, ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിക്കും. അടുത്തതാണ് dissolution by notice. Notice, when a partner is at will, the firm may be dissolved by any partner by giving notice in writing to all the other partners of his intention to dissolve the firm. ഒരു മറ്റുള്ള നോട്ടീസ് പ്രകാരം പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു നോട്ടീസ് നൽകുന്നതിലൂടെ കമ്പനിയിൽ നിന്നും ഡിസോൾവ് ആയി പോകാം. ഒരു പാർട്ട്ണർക്ക് അങ്ങനെ ഡിസോൾവ് ചെയ്ത് പോകാവുന്നതാണ്. കമ്പൽസറി ഡിസൊല്യൂഷൻ ഡിസോൾവ് എങ്ങനെ, ഓൾ പാർട്ട്ണർ ഓർ ഓൾ ബട്ട് വൺ പാർട്ട്ണർ ബിക്കംസ് ഇൻസോൾവെന്റ്, അൺലോഫുൾ ബിസിനസ്. ഈ രണ്ട് കാര്യങ്ങളിലാണ് കമ്പൽസറി ഡിസൊല്യൂഷൻ സംഭവിക്കുക. ഒന്നല്ലെങ്കിൽ എല്ലാവരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആവുക. അതേപോലെ തന്നെ അൺലോഫുൾ ബിസിനസ്, നിയമം അല്ലാത്ത ബിസിനസ്. അതായത് ഇപ്പോൾ നമ്മളൊരു എനിമി കൺട്രിയുമായിട്ടുള്ള ഒരാളെ കൊണ്ടാണ് നമ്മൾ ബിസിനസ് നടത്തുന്നതെങ്കിൽ ഒരു വാർ പ്രഖ്യാപിച്ചാൽ നമ്മളെ ബിസിനസ് എന്താകും, അത് അൺലോഫുൾ ആവും. ബിക്കോസ് നമ്മളെ എനിമിയിലുള്ള ഒരാളുമായിട്ടാണ് ബിസിനസ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് അൺലോഫുൾ ബിസിനസ്സാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, കമ്പൽസറി ഡിസൊല്യൂഷൻ, നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കമ്പനി ഡിസോൾവ് ചെയ്യണം.
ഇനി അടുത്ത ഡിസൊല്യൂഷൻ ബൈ ഓർഡർ ഓഫ് കോർട്ട്. ഇനി കോർട്ടിൻ്റെ ഓർഡർ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഡിസോൾവ് ആവുന്ന രീതികളാണ് പറയണത്. ഫസ്റ്റ് വൺ ഇൻസാനിറ്റി. ഇതിലെന്തുണ്ട്, കോർട്ടിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ട്, കോർട്ടിൻ്റെ ഇടപെടലിലൂടെയാണ് എന്ത് ചെയ്യണത്, കമ്പനി ഡിസോൾവ് ചെയ്യണത്. ഫസ്റ്റ് ആണ് ഇൻസാനിറ്റി. വെൻ എ പാർട്ണർ ബിക്കംസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ഓർ ഇൻസെയിൻ ഓർ ദ പാർട്ണർ ബിക്കംസ് പെർമനൻ്റ്ലി ഇൻകാപ്പബിൾ ഓഫ് ഡൂയിങ് ദി വർക്ക് ഓഫ് പാർട്ണർഷിപ്പ്. ഒന്നല്ലെങ്കിൽ ഒരു പാർട്ണർക്ക് അൺസൗണ്ട് മൈൻഡിലാണ്, അതായത് ബുദ്ധിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വരുന്നൊക്കെ ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, പാർട്ട്ണർഷിപ്പിൽ നിന്നും ആ പാർട്ട്ണർഷിപ്പ് ഫേം എന്താവും, ഡിസോൾവ് ആകും. എന്താണ്, ചിലപ്പോൾ ആൾക്ക് എന്ത് ചെയ്യാം, ആ വർക്ക് ചെയ്യാൻ ഇൻകാപ്പബിൾ ആവുക, പെർമനൻ്റ്ലി ആയിട്ട് ആൾ എന്ത് ചെയ്യാണ്, ആ വർക്ക് ചെയ്യാൻ കഴിയാതെ വരിക. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള പാർട്ട്നേഴ്സ് കൊണ്ടുപോയിട്ട് കോർട്ടിൽ കേസ് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാലും എന്താ ചെയ്യുക, ആ ഫേം എന്താവും, ഡിസോൾവ്, ആ പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യും, കമ്പൽസറി dissolution by order of court. When a partner becomes of unsound mind or insane or the partner becomes permanently incapable of doing work of പാർട്ട്ണർഷിപ്പിലെ വർക്ക് അയാൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എന്ത്, ഇൻസാനിറ്റി എന്ന് പറയണത്. പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആണ്. ഇവിടെ എന്ത് ചെയ്യും, കോർട്ടിൻ്റെ ഇടപെടലിലൂടെ എന്ത് ചെയ്യും, ഫേം ഡിസോൾവ് ആവും. അടുത്താണ് പെർമനൻറ്റ് ഇൻകപ്പാസിറ്റി. വെൻ എ പാർട്ണർ ബിക്കംസ് പെർമനൻ്റ്ലി ഇൻകാപ്പബിൾ ഓഫ് പെർഫോമിങ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ണർ എനി അതർ പാർട്ണർ ക്യാൻ ഫയൽ എ പെറ്റീഷൻ ഫോർ ദ ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ചിലപ്പോൾ പെർമനൻ്റ്ലി ഇൻകാപ്പാസിറ്റി ആണ്, ഒരു പാർട്ണർക്ക് പെർഫോം ചെയ്യാൻ കഴിയാതെ വരിക. പെർമനൻ്റ്ലി അയാൾ എന്താണ്, ഇൻകാപ്പബിൾ ആണ് പെർഫോം ചെയ്യണതെങ്കിൽ, എന്താ ഡ്യൂട്ടീസൊക്കെ നിർവഹിച്ചണമെങ്കിൽ ആ പാർട്ണർ പെർമനൻ്റ്ലി ഇൻകാപ്പബിൾ ആകുമ്പോൾ മറ്റു പാർട്ട്നേഴ്സ് ചെന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാണ് ഫേം ഡിസോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതാണ് എന്ത്, പെർമനൻ്റ് ഇൻകപ്പാസിറ്റി എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് അയാൾക്ക് കഴിയാതെ വരെ അയാൾ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ പാർട്ട്ണർക്ക്. അടുത്താണ് മിസ്കണ്ടക്ട്. വെൻ എ പാർട്ണർ ഈസ് ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട് ആൻഡ് കോസ് ഓഫ് ഹാം ടു ദ പാർട്ണർഷിപ്പ് ഫേം ദ കോർട്ട് മേ ഡിസോൾവ് ദ ഫേം. ഒന്നല്ലെങ്കിൽ ഒരു പാർട്ണർ എന്ത് ചെയ്യാം, മിസ്കണ്ടക്ട്, ഫേമിന് ഹാമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ എന്താവാം, ഫേം ഡിസോൾവ് ആവാം. കോർട്ട് ഇൻ്റർവെയിൻ ചെയ്തിട്ട് കോർട്ട് ഫേം എന്ത് ചെയ്യും, ഡിസോൾവ് ആവും. Persistent breach of agreement. When a partner other than the partner suing willfully or persistently commits breach of agreement relating to the management of the affairs of the firm. മാനേജ്മെൻറ്റ് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എഗ്രിമെൻറ്റിൽ തുടർച്ചയായിട്ട് എന്ത് ചെയ്യാണ്, ഒരു പാർട്ട്ണർ എഗ്രിമെൻറ്റിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്, എഗ്രിമെൻറ്റ് അനുസരിക്കാതൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും, എഗ്രിമെൻറ്റ് ബ്രീച്ച് ചെയ്താൽ, കണ്ടിന്യൂസ് ആയിട്ട് എഗ്രിമെൻറ്റ് ബ്രീച്ച് ചെയ്താൽ അവിടെ എന്താണ്, ഫേം ഡിസോൾവ് ആവും. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ട്രാൻസ്ഫേർഡ് ദ വോൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ എ ഫേം ടു എ തേർഡ് പാർട്ടി. ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഇൻട്രസ്റ്റ് നമുക്ക് തേർഡ് പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അലൗഡ് ഇസ് ഷെയർ ടു ബി സോൾഡ് ഇൻ ദ റിക്കവറി ഓഫ് ഏരിയാസ് ഓഫ് ലാൻഡ് റവന്യൂ. ലാൻഡ് റവന്യൂവിൽ നിന്നുള്ള നമ്മൾ വിറ്റ ഷെയർ എന്ത് ചെയ്യും, അലൗഡ് ആണെന്നാണ് പറയണത്. പെർപെച്വൽ ലോസസ്. പെർപെച്വൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തുടർച്ചയായിട്ടുള്ള നഷ്ടങ്ങളാൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പനി നിർത്തിവെക്കും. അടുത്തത് എനി അതർ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്. മറ്റേതെങ്കിലും കാരണത്തിൽ, അതായത് കമ്പനിയെ കുറിച്ചുള്ള മോശമായ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ കോർട്ടിന് കമ്പനി ശരിയായ രീതിയിലല്ല വർക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കോർട്ട് എന്ത് ചെയ്യും, ഫേം ഡിസോൾവ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, വിത്തൗട്ട് ദ ഓർഡർ ഓഫ് ദ കോർട്ടും ബൈ ഓർഡർ ഓഫ് ദ കോർട്ടും. വിത്തൗട്ട് ദ ഓർഡർ ഓഫ് കോർട്ടിൽ എന്തൊക്കെയാണ്, ഡിസൊല്യൂഷൻ ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിൻജൻസീസ്, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, ഇങ്ങനെ 4 പിന്നെ ഡിസൊല്യൂഷൻ ബൈ ഓർഡർ ഓഫ് കോർട്ട് ആണെങ്കിൽ ഇൻസാനിറ്റി, പെർമനൻറ്റ് ഇൻകപ്പാസിറ്റി, മിസ്കണ്ടക്റ്റ്, പെർമനൻറ്റ് ബ്രീച്ച് ഓഫ് എഗ്രിമെൻറ്റ്, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, പെർപെച്വൽ ലോസസ്, എനി അതർ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസിക്വൻസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ്. ഫേമിൻ്റെ ഡിസൊല്യൂഷൻ സമയത്ത് ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ. അതിൽ കുറച്ച് പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സും അതേപോലെ ഓരോ ലയബിലിറ്റീസും പറയുന്നുണ്ട്. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ്സ് ഓഫ് എ പാർട്ണർ ഓൺ ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ സമയത്ത് പാർട്ണർക്ക് ഉണ്ടാകുന്ന റൈറ്റ് ഓഫ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫേംസ് പ്രോപ്പർട്ടി. ഫേമിൻ്റെ പ്രോപ്പർട്ടി എല്ലാവർക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതേപോലെ റൈറ്റ് ടു റിട്ടേൺ ഓഫ് പ്രീമിയം ഓൺ പ്രീ മാച്ചുർ വൈൻഡിങ് അപ്പ്. അതെന്താ നമുക്ക് നോക്കാം. ഇഫ് എ പാർട്ണർ ജോയിൻ എ ഫേം ഫോർ എ ഫിക്സ്ഡ് ടേം ആൻഡ് ഹാഡ് എ പ്രീമിയം ഗുഡ് വിൽ ആൻഡ് ഫേം ഈസ് ഡിസോൾവ്ഡ് ബിഫോർ ദാറ്റ് ടൈം ഹി ഹാസ് എ റൈറ്റ് ടു ദ റിട്ടേൺ ഓഫ് ദ വോൾ ഓർ പാർട്ട് ഓഫ് ദ പ്രീമിയം. അതായത് ഒരു പാർട്ണർ ഒരു ഫിക്സ്ഡ് ടേമിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ
അയാൾ അതൊക്കെ ഒരു പ്രീമിയം എമൗണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിക്സഡ് ടേം ആവുന്നതിന് മുമ്പ് കമ്പനി എന്ത് ചെയ്യാണ്, ഡിസോൾവ് ആവാണ്. ആ സമയത്ത് ഈ പാർട്ട്ണർക്ക് ആ എമൗണ്ട് തിരിച്ചു കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയണത്. ആ എമൗണ്ട് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ടെങ്കിലും തിരിച്ചു കിട്ടാൻ ഈ പാർട്ട്ണർക്ക് എന്തുണ്ട്, റൈറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് പ്രീമിയം ഈസ് ഡിപ്പെൻഡ് അപ്പോൺ, ഈ പ്രീമിയത്തിൻ്റെ എമൗണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ദ ടേംസ് അപ്പോൺ വിച്ച് ഹി ബിക്കേം എ പാർട്ട്ണർ. അയാൾ പാർട്ട്ണർ ആവുമ്പോൾ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ ടേംസ് ഇല്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രണ്ടാമത് ആ എഗ്രിമെൻറ്റിൻ്റെ ഡ്യൂറേഷൻ, എത്ര ടൈം ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മൂന്നാമത് അടുത്ത് പറയണേ, എ പാർട്ണർ വിൽ നോട്ട് ബി എൻഡേഡ് ടു ക്ലെയിം എനി റിട്ടേൺ ഓഫ് ദ പ്രീമിയം ആൻഡ് ഹി പ്രീമാച്ചർ ഡിസൊല്യൂഷൻ. പ്രീമാച്ചർ ഡിസൊല്യൂഷൻ സമയത്ത് പാർട്ണർക്ക് ക്ലെയിം ഒന്നും കിട്ടാത്ത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഡ്യൂ ടു ദ ഡെത്ത് ഓഫ് എ പാർട്ണർ, ഒന്നല്ലെങ്കിൽ ഒരു പാർട്ണറിന്റെ മരണത്താൽ, അല്ലെങ്കിൽ ഡ്യൂ ടു മിസ്കണ്ടക്ട് ഓഫ് ദ പാർട്ണർ ഹു പെയ്ഡ് ദ പ്രീമിയം അടച്ച പാർട്ണറിന്റെ മിസ്കണ്ടക്ട് പ്രകാരമാണെങ്കിൽ, അതായത് ആള് നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്ത കാരണം. പിന്നെ where the firm has been dissolved according to an agreement which had no provision for the return of premium or any part thereof. അതായത് പ്രൊവിഷൻ ഒരു എഗ്രിമെൻറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഏത് എമൗണ്ട് പ്രീമിയം അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടൊന്നും റിട്ടേൺ ചെയ്യണം എന്നുള്ള പ്രൊവിഷൻ ഒന്നും എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്ക് എമൗണ്ട് എന്തില്ല, കിട്ടില്ല എന്നാണ് പറയണത്. ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്താണ് റൈറ്റ് ഇൻ ദ ഇവന്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ഫ്രോഡ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ. ഫ്രോഡ് അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷനോ കാരണമാണ് ഡിസോൾവ് ആയിക്കണമെങ്കിൽ അതിനുള്ള എമൗണ്ട് കിട്ടാനുള്ള റൈറ്റ്സ് ആണ് അടുത്ത് പറയണത്. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ലീൻ ഓഫ് സർപ്ലസ് അസെറ്റ്സ്. പാർട്ട്ണർഷിപ്പ് കോൺട്രാക്ട് ഹാവ് ദ ലീൻ ഓൺ ദ സർപ്ലസ് അസെറ്റ്സ് ലെഫ്റ്റ് ആഫ്റ്റർ ദ ഡെപ്റ്റ്സ് ഓഫ് ദ ഫേം ഹാവ് ബീൻ പെയ്ഡ് ഓഫ്. അതായത് ബാക്കിയുള്ള മിച്ചമുള്ള എമൗണ്ട് എന്ത് ചെയ്യും, കിട്ടാനുള്ള സർപ്ലസ് എമൗണ്ട് കിട്ടാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്, പാർട്ട്ണർക്കുണ്ട്. അതായത് പാർട്ട്ണർഷിപ്പ് കോൺട്രാക്ട് പ്രകാരം നമ്മളെ ഡെപ്തൊക്കെ തീർത്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട്, സർപ്ലസ് എമൗണ്ട് പാർട്ട്നേഴ്സിന് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. രണ്ടാമതാണ് റൈറ്റ് ഓഫ് സബ്രോഗേഷൻ. പാർട്ണർ ഹാസ് യൂസ്ഡ് ഹിസ് പേഴ്സണൽ അസെറ്റ്സ് ടു പേ ഓഫ് ദ ഡെപ്ത് ഓഫ് ദ ഫേം, ഹി ബിക്കംസ് എ ക്രെഡിറ്റർ ഓഫ് ദ ഫേം ഫോർ ദാറ്റ് എമൗണ്ട്. അതായത് കമ്പനീൻ്റെ കടങ്ങൾ തീർക്കാൻ കമ്പനി എമൗണ്ടിന് പുറമെ പേഴ്സണൽ അസെറ്റ്സും കൂടി കമ്പനിയുടെ കടം തീർക്കാൻ എടുത്താൽ കമ്പനിക്ക് ആളെന്താണ്, ക്രെഡിറ്റർ ആണെന്നാണ് പറയണത്. അടുത്ത റൈറ്റ് ടു ബി ഇൻഡംനിഫൈഡ്. നഷ്ടപരിഹാരം ഇതാക്കാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്, പാർട്ട്നേഴ്സിനുണ്ട്. അടുത്താണ് റൈറ്റ് ടു റിസ്ട്രെയിൻ എനി പാർട്ണർ ഓർ ഹിസ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം യൂസ് ഓഫ് ഫേം നെയിം ഓർ പ്രോപ്പർട്ടി. ഫേമിൻ്റെ നെയിം അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ആളെ റെപ്രസെൻറ്റേറ്റീവോ യൂസ് ചെയ്യുക, അത് തടയാനുള്ള റൈറ്റ്സ് മറ്റു പാർട്ട്നേഴ്സിനുണ്ട്. അതായത് ഇപ്പോൾ ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ആളെ റെപ്രസെൻറ്റേറ്റീവോ ഈ ഫേമിൻ്റെ നെയിം പറഞ്ഞിട്ട് വേറൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ ഓരോന്നും ചെയ്യുകയാണെങ്കിൽ അത് തടയാനുള്ള റൈറ്റ് മറ്റു പാർട്ട്നേഴ്സിനുണ്ടെന്നാണ് പറയണത്. നെക്സ്റ്റ് ആണ് ലയബിലിറ്റീസ് ഓഫ് എ പാർട്ണർ ഓൺ ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ്റെ സമയത്ത് പാർട്ണർക്കുള്ള ലയബിലിറ്റീസ് എന്തൊക്കെയാണ്? ലയബിലിറ്റി ഫോർ ആക്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് ഡൺ ആഫ്റ്റർ ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷന് ശേഷമുള്ള ലയബിലിറ്റി എന്തൊക്കെയാണ് പാർട്ട്നേഴ്സിനുള്ളത്? ഇൻ സ്പൈറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ദ പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ടു ബി ലയബിൾ ടു തേർഡ് പാർട്ടീസ് ഫോർ എനി ആക്ട് ഡൺ ബൈ എനി ഓഫ് ദം വിച്ച് വുഡ് ഹാവ് ബീൻ ആക്ട് ഓഫ് ദ ഫേം ഇഫ് ഡൺ ബിഫോർ ദ ഡിസൊല്യൂഷൻ until പബ്ലിക് നോട്ടീസ് ഈസ് ഗിവൺ ഓഫ് ദ ഡിസൊല്യൂഷൻ. എന്താണ്? ഒരു പബ്ലിക് നോട്ടീസ് നമ്മൾ ഡിസൊല്യൂഷൻ്റെ സമയത്ത് ചെയ്യണം. ഈ പബ്ലിക് നോട്ടീസ് ചെയ്യാതിരുന്നാൽ ഡിസൊല്യൂഷൻ്റെ സമയത്ത് പാർട്ട്നേഴ്സ് തേർഡ് പാർട്ടീസിന് ലയബിളാണ്. ഏത് എമൗണ്ടിനും തേർഡ് പാർട്ടീസിന് ലയബിളാണ്. ഏത് വരെ? ഡിസൊല്യൂഷൻ വരെ. ആ ഡിസൊല്യൂഷൻ്റെ ഉള്ളിലുള്ള എമൗണ്ട് ഒക്കെ നമ്മൾ തേർഡ് പാർട്ടീസിന് എന്ത് ചെയ്യണം? പേ ചെയ്യണം എന്നാണ് പറയണത്. ഏതുവരെ? ഈ കമ്പനി ഡിസോൾവ് ആവുന്നു എന്നുള്ള പബ്ലിക് നോട്ടീസ് നൽകുന്നത് വരെ തേർഡ് പാർട്ടീസിന് നമ്മൾ എന്തൊക്കെ എമൗണ്ട് ആണോ ലയബിൾ ആയിട്ടുള്ളത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അടച്ചിരിക്കണം. ഇതിനുള്ള എക്സംഷൻ 3 എക്സംഷൻ. ഒന്ന് എന്താണ്? ഡിസീസ്ഡ് പാർട്ട്ണറിൻ്റെ എസ്റ്റേറ്റ്. രണ്ടാമത് ഇൻസോൾവെൻറ്റ് പാർട്ട്ണർ ആണെങ്കിൽ. മൂന്നാമത് സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഡോർമെൻറ്റ് പാർട്ട്ണർ ഹു ആർ റിട്ടയർഡ് ഫ്രം ദ ഫേം റിട്ടയർഡ് ചെയ്തിരിക്കണമെങ്കിൽ. അടുത്ത എന്താണ്? ലയബിലിറ്റി ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ ഫേം ആൻഡ് കംപ്ലീറ്റിംഗ് അൺഫിനിഷ്ഡ് ട്രാൻസാക്ഷൻസ്. ഫസ്റ്റ് വൺ, ടു കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ ഫേം. ഒന്നാമത്തെ കാര്യം ഫേമിൻ്റെ എല്ലാ ഇടപാടുകളും എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം വൈൻഡിങ് സമയത്ത്. അതേപോലെ ടു കംപ്ലീറ്റ് ഓൾ അൺഫിനിഷ്ഡ് ട്രാൻസാക്ഷൻ ദാറ്റ് ഹാഡ് ബിഗൺ ബിഫോർ ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ്റെ സമയത്തിന് മുമ്പേ നമ്മൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോൺസിക്വൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്സും പറഞ്ഞു, അതേപോലെ ലയബിലിറ്റീസും പറഞ്ഞു. ഡിസൊല്യൂഷൻ്റെ സമയത്ത് പാർട്ട്ണർമാർക്കുള്ള റൈറ്റ്സും ലയബിലിറ്റീസും പറഞ്ഞു. ഓക്കെ, ഈ ചാപ്റ്റർ ലാസ്റ്റ് ഒരു ഹെഡിങ് ആണെന്ത്, സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് എങ്ങനെ സെറ്റിൽമെൻറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി ഇതിൽ പറയുന്നത്. ഡിസൊല്യൂഷൻ്റെ സമയത്ത് എങ്ങനെയാണ് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുക. ഫസ്റ്റ് വൺ എന്താണ്, ഷെയറിംഗ് ഓഫ് ഡെഫിഷ്യൻസി. According to section 48 of A, the losses including deficiencies of capital shall be paid first out of profit, next out of capital, and lastly, if necessary, by the partners individually in proportion in which they were entitled to share profits. എന്തൊക്കെ ഡെഫിഷ്യൻസി, കമ്പനിയുടെ ബാക്കിയുള്ള കമ്പനിയുടെ ഡെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ഇൻക്ലൂഡ് ഡെഫിഷ്യൻസീസ്. ആദ്യം ഡെഫിഷ്യൻസീസ് എങ്ങനെയാണ്, ക്യാപിറ്റൽ നിന്നാണ് ആദ്യം എടുക്കുക. ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ആദ്യം എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് കമ്പനീൻ്റെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്തിൽ നിന്ന് എടുക്കും, പ്രോഫിറ്റ്സിൽ നിന്നാണ് എമൗണ്ട് എടുക്കുക, പിന്നെ ക്യാപിറ്റൽ നിന്ന്, ആൻഡ് ലാസ്റ്റ്ലി ഇഫ് നെസസറി ദ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി പ്രൊപ്പോർഷൻ ഇൻ വിച്ച് ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു ഷെയർ പ്രോഫിറ്റ്സ്. പാർട്ട്നേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ സ്വത്ത് പ്രോപ്പർട്ടി ലാസ്റ്റ് എടുക്കുള്ളൂ. ആദ്യം പ്രോഫിറ്റ്സിൽ നിന്ന്, പിന്നെ അവിടെ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, പിന്നെ അവരുടെ ക്യാപിറ്റൽ നിന്ന്, ആ ലാസ്റ്റ് വീണ്ടും എമൗണ്ട് ഉണ്ടെങ്കിൽ ഇനിയും കൊടുക്കാൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ, എമൗണ്ട് കുറവാണെങ്കിലാണ് പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി എടുക്കുള്ളൂ. അടുത്താണ് അപ്ലിക്കേഷൻ ഓഫ് അസെറ്റ്സ്. ഇനി അസെറ്റ്സിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഇൻ പേയിങ് ഓഫ് ദ ഡെപ്റ്റ്സ് ഓഫ് തേർഡ് പാർട്ടീസിൽ കൊടുക്കാനുള്ളതൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇൻ പേയിങ് ടു ഈച്ച് പാർട്ട്ണർ റിലേറ്റബിളി വാട്ട് ഇസ് ഡ്യൂ ടു ഹിം ഫ്രം ദ ഫേം ഫോർ അഡ്വാൻസസ് ആർ ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ക്യാപിറ്റൽ നിന്ന് വേർതിരിച്ചിട്ടുള്ള അഡ്വാൻസ് എമൗണ്ട് ഒക്കെ ഡ്യൂ ആയത് എന്ത് ചെയ്യുക, പാർട്ട്ണർ പേ ചെയ്യുക. ദ സർപ്ലസ് ഡിവൈഡ് എമോങ് പാർട്ട്നേഴ്സ് ഓൺ പ്രൊപ്പോർഷൻ ഓഫ് ഷെയർ പ്രോഫിറ്റ്സ്. അവരുടെ ഷെയർ പ്രോഫിറ്റ്സിനനുസരിച്ച് അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യും, പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്യും അവരുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച്. പേയ്മെൻറ്റ് ഓഫ് ഫേംസ് ഡെപ്റ്റ്സ് ആൻഡ് സെപ്പറേറ്റ് ഡെപ്റ്റ്സ് ഓഫ് എ പാർട്ട്ണർ. ഫേമിൻ്റെ ഡെപ്റ്റും അതേപോലെ പാർട്ട്ണറിൻ്റെ സെപ്പറേറ്റ് ഡെപ്റ്റും ഇതിനെക്കുറിച്ചാണ് പറയണത്. പാർട്ട്നേഴ്സ് പ്രൈവറ്റ് അസെറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫേംസ് ഡെപ്റ്റ്സ് ഓൺലി ആഫ്റ്റർ ഹിസ് പ്രൈവറ്റ് ലയബിലിറ്റീസ് ഹാവ് ബീൻ പെയ്ഡ് ഓഫ്. അതായത് പാർട്ട്ണറിൻ്റെ പ്രൈവറ്റ് ലയബിലിറ്റി ഒക്കെ തീർത്തതിന് ശേഷം ആണ് എന്ത് ചെയ്യുക, കമ്പനീൻ്റെ ലയബിലിറ്റി തീർക്കാൻ വേണ്ടിയിട്ട് പാർട്ട്ണർ എമൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഫേംസ് അസെറ്റ്സ് ആർ ഇൻസഫിഷ്യൻറ്റ് ടു പേ ഫേംസ് ഡെപ്റ്റ്. എങ്ങനത്തെ സാഹചര്യത്തിൽ ഫേമിൻ്റെ അസെറ്റ്സ്, ഫേമിൻ്റെ ഡെപ്റ്റ് വീട്ടുക എന്നുള്ളത് ഇൻസഫിഷ്യൻറ്റ്, തികയാതെ വരികയാണെങ്കിൽ ആ സാഹചര്യത്തിൽ മാത്രമാണ് ഒരു പാർട്ട്ണർ അയാളുടെ എമൗണ്ട് എടുത്തിട്ട് ഫേമിൻ്റെ ഡെപ്റ്റ് വീട്ടേണ്ടി വരിക. It should be noted that firms' assets are also used first for payment of firms' liability. നമ്മളിതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, ഫേമിൻ്റെ അസെറ്റ്സ് ആദ്യം യൂസ് ചെയ്യുന്നത് ഫേമിൻ്റെ ലയബിലിറ്റി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെങ്കിലും സർപ്ലസ് എമൗണ്ട് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഡെപ്റ്റ് ഓഫ് ദ പാർട്ട്ണർ ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് ഷെയർ ഇൻ ദ പ്രോപ്പർട്ടി ഓഫ് ദി ഫേം. ബാക്കി വരുന്ന എമൗണ്ട് അവരുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, സർപ്ലസ് എമൗണ്ട് അവരുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് അവർ ഡിവൈഡ് ചെയ്യും. ആദ്യം കമ്പനീൻ്റെ ലയബിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. Loss arising from insolvency of a partner. If the partner whose capital account shows deficiency is insolvent, he may not be able to bring in the necessary amount, resulting in additional loss to other partners. In such a situation, the question arises about the ratio in which the other partners are to share such loss. അതായത് ഇൻസോൾവൻസി കാരണമാണ് കമ്പനി ഡിസോൾവ് ആയതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഈ ഉണ്ടായ ലോസ് നികത്തുക എന്നുള്ളതാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ആ കേസിൽ എന്താണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എന്താണ് അവിടെ ഉണ്ടാകുന്ന ലോസ് എങ്ങനെയാണ് പാർട്ട്ണർമാർ വീട്ടുക. അതിനാണ് ദിസ് ഈസ് ഡൺ ഇൻ ദ ലൈറ്റ് ഓഫ് എ പ്രോമിനൻറ്റ് ഇംഗ്ലീഷ് കേസ് ഓഫ് ഗാർണർ വി മെറി എന്ന് പറഞ്ഞ ആളുടെ ഒരു കേസ് പ്രകാരമാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യണത്. എങ്ങനെയാണ്, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലോസ് അറൈസിംഗ് ഫ്രം ദ ഡെഫിഷ്യൻസി ഓഫ് അൻ ഇൻസോൾവന്റ് പാർട്ട്ണർ ക്യാപിറ്റൽ ഷുഡ് ബി ബോൺ ബൈ ദ സോൾവന്റ് പാർട്ട്നേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ റെസ്പെക്റ്റീവ് ക്യാപിറ്റൽസ് ആസ് ദേ സ്റ്റുഡ് ഓൺ ദ ഡേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ. അതായത് ഇൻസോൾവൻസി കാരണം കമ്പനി ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഇൻസോൾവൻ്റ് ആയ പാർട്ട്ണർക്ക് ഒരു എമൗണ്ടും എന്ത് ചെയ്യാൻ കഴിയില്ല, അതിലേക്ക് ഇറക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഗാർണർ വി മെറിയുടെ കേസ് ഇതിക്ക് കൊണ്ടുവരുന്നത്. അതായത് അയാൾ പറയണത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരാൾ ഇൻസോൾവൻ്റ് ആണ്, ആളെ കൊണ്ട് ഒരു എമൗണ്ടും അടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സ് അവരുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം, എമൗണ്ട് അടച്ചിട്ട് കമ്പനിയുടെ ബാധ്യതകൾ തീർക്കണം എന്നാണ് പറയണത്. അടുത്താണ് സെയിൽ ഓഫ് ഗുഡ് വിൽ ഷോൾ സബ്ജക്ട് ടു കോൺട്രാക്ട് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ബി ഇൻക്ലൂഡ് ഇൻ ദ അസെറ്റ്സ് ആൻഡ് മേ ബി സോൾഡ് എയ്തർ സെപ്പറേറ്റ്ലി ഓർ അലോങ് വിത്ത് അതർ പ്രോപ്പർട്ടി ഓഫ് ദി ഫേം. ഗുഡ് വിൽ നമുക്ക് എങ്ങനെ സെയിൽ ചെയ്യാം, ഒന്നല്ലെങ്കിൽ
എന്താ ഗുഡ് വിൽ ഒറ്റക്കായിട്ടോ അല്ലെങ്കിൽ മറ്റു പ്രോപ്പർട്ടീസിൻ്റെ കൂടെ ആയിട്ട് എന്ത് ചെയ്യാം, ഗുഡ് വിൽ നമുക്ക് സെയിൽ ചെയ്യാം. എന്താ സബ്ജക്ട് ടു എഗ്രിമെന്റ് ബിറ്റ്വീൻ ഹിം ആൻഡ് ബയർ, ഹി മേ നോട്ട് ബി യൂസ് ഫേംസ് നെയിം റെപ്രസെന്റ് ഹിംസെൽസ് ആസ് ക്യാരിങ് ഓൺ ബിസിനസ് ഓഫ് ദ ഓൾഡ് ഫേം. എഗ്രിമെന്റ് പ്രകാരം എന്താ അയാളോ അല്ലെങ്കിൽ വാങ്ങുന്ന ആളോ എന്താ വരുത്, ഫേമിൻ്റെ നെയിം ഉപയോഗിക്കരുത്. അതേപോലെ തന്നെ ഈ ഓൾഡ് ഫേം നടത്തുന്ന ആൾ അയാളാണെന്ന് സ്വയം റെപ്രസെൻറ്റ് ചെയ്യാനും പാടില്ല. ഇങ്ങനെ ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. കമ്പനി ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സെറ്റിൽമെൻ്റ് ആണ്? ഫസ്റ്റ് ഷെയറിംഗ് ഓഫ് ഡെഫിഷ്യൻസി, രണ്ടാമത് അപ്ലിക്കേഷൻ ഓഫ് അസറ്റ്സ്, പേയ്മെൻറ്റ് ഓഫ് ഫേംസ് ഡെപ്റ്റ് ആൻഡ് സെപ്പറേറ്റ് ഡെപ്റ്റ്സ് ഓഫ് എ പാർട്ട്ണർ, ലോസ് അറൈസിംഗ് ഫ്രം ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, സെയിൽ ഓഫ് ഗുഡ് വില്ല്. ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ്. ഇതിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷനിൽ എന്ത് ചെയ്യാം, ഈ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. എല്ലാവർക്കും ഇതുവരെ എടുത്തതൊക്കെ മനസ്സിലായോ?